നിങ്ങളിൽ എത്ര പേർക്ക് ജീവിതത്തിൽ വലിയ നിലകളിൽ എത്തണം, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹമുണ്ട്? എല്ലാവർക്കും കാണും അല്ലേ? എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും വിചാരിക്കുന്നത് കഠിനാധ്വാനം ചെയ്താൽ മാത്രം പണക്കാരനാകാം എന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരെ, വിജയിച്ച ആൾക്കാരെ, മനുഷ്യരെ കുറിച്ച് 20 വർഷത്തോളം പഠിച്ച് അത് മനസ്സിലാക്കി നെപ്പോളിയൻ ഹിൽ എഴുതിയ ഒരു പുസ്തകമുണ്ട്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ ഒരൊറ്റ പുസ്തകം വായിച്ച് ജീവിതം മാറ്റിമറിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്ന ആ രഹസ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിലെ ഓരോ പോയിന്റും നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റിമറിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ഇനിയും കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടെ അമർത്തുക. കാരണം ഇനിയിടുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിലേക്ക് പോകാം. പോയിന്റ് 1 പറയുന്നത് ആഗ്രഹം മാത്രം പോരാ, തീവ്രമായ ആഗ്രഹം വേണമെന്നാണ്. ദ ബേണിംഗ് ഡിസയർ. നെപ്പോളിയൻ ഹില്ല് പറയുന്ന ഒന്നാമത്തെ കാര്യം, വെറുതെ പണക്കാരനാകാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. അതൊരു ബേണിംഗ് ഡിസയർ അല്ലെങ്കിൽ തീവ്രമായ ആഗ്രഹമായിരിക്കണം. എനിക്ക് ഇത്ര രൂപ സമ്പാദിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു നിലയിൽ എത്തണം എന്ന് കൃത്യമായി ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിക്കുക. ആ ലക്ഷ്യം നേടാനായിട്ട് ഞാൻ എന്ത് നൽകാൻ തയ്യാറാണ് എന്നും കൂടെ തീരുമാനിക്കുക. കാരണം സൗജന്യമായി ഈ ലോകത്ത് ഒന്നും തന്നെ ലഭിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പോയിന്റ് 2 പറയുന്നത് അചഞ്ചലമായ വിശ്വാസം, ഫെയ്ത്ത്. രണ്ടാമത്തത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു വിശ്വാസമാണ് കേട്ടോ. എനിക്കിത് സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ വിശ്വസിപ്പിക്കുക. ആ മനസ്സിന് അത്രത്തോളം ആഴത്തിൽ വിശ്വസിപ്പിക്കുക. പലരും പകുതി വഴിയിൽ പരാജയപ്പെടുന്നത് സ്വന്തം കഴിവിൽ സംശയം തോന്നുമ്പോഴാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് വലിയ ശക്തിയുണ്ട്. പലപ്പോഴും പല വീഡിയോകളിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളെ വിശ്വസിച്ചാൽ മാത്രമേ ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കത്തുള്ളൂ. പോയിന്റ് 3, സ്വയം നിർദ്ദേശം നൽകുക. ഔട്ടോ സജഷൻ എന്ന് പറയും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിനെ ഉയർത്താനായിട്ടുള്ള വഴിയാണിത്. ദിവസവും രാവിലെയും രാത്രിയും നിങ്ങളുടെ ലക്ഷ്യം ഉറക്കെ പറയുക. ഞാനൊരു വിജയിയാണ്, ഞാൻ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സ്വയം എപ്പോഴും പറയുക. ഇത് നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റാനായിട്ട് ധാരാളം സഹായിക്കും. പോയിന്റ് 4 പറയുന്നത് അറിവ് പണമാക്കുക. വെറുതെ പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ നോളജ് ഉള്ളത് കൊണ്ട് ആരും പണക്കാരനാവില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള മേഖലയിലെ കൃത്യമായ അറിവ്, ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളേജ് നേടിയെടുക്കുക. അറിവിനെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ പ്രായോഗികമാക്കാനായിട്ട് നമ്മൾ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സോ പോയിന്റ് 5ലേക്ക് പോകുന്നു. പോയിന്റ് 5 പറയുന്നത് തോൽവികളിൽ തളരരുതെന്നാണ്. വിജയിച്ച എല്ലാവരുടെയും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉറപ്പായിട്ടും. അപ്പോൾ തോൽവി എന്നത് ആ കളി അവസാനിച്ചു എന്നല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ പ്ലാൻ മാറ്റുവാനുള്ള ഒരു സൂചന മാത്രമാണ്. അപ്പം ലക്ഷ്യം ഉപേക്ഷിക്കാതെ മുന്നോട്ട് പോകുവാൻ മാത്രം നോക്കുക. മുന്നോട്ട് പോകുന്ന ആൾ മാത്രമേ വിജയം നേടുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ പ്രധാനമായിട്ടും ഞാൻ 5 പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തത് ആഗ്രഹം മാത്രം പോരാ, തീവ്രമായ ആഗ്രഹം വേണം. രണ്ടാമത് അചഞ്ചലമായ വിശ്വാസം വേണം. മൂന്നാമത് സ്വയം നിർദ്ദേശം നൽകുക. നാലാമത് അറിവ് പണമാക്കുക. അഞ്ചാമത് തോൽവികളിൽ തളരരുത്. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലോകത്ത് സൃഷ്ടിക്കുന്നത്. ദരിദ്രത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദരിദ്രനായി തന്നെ തുടരും. സമ്പത്തിനെയും വിജയത്തെയും കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതിൽ നിങ്ങൾ വിജയിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തകൾ മാറ്റൂ. ജീവിതം സ്വയം മറിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഉപയോഗപ്രദമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോൾ എനിക്കും അതൊരു വലിയ പ്രചോദനമായിരിക്കും. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. God bless you and thank you so much.